ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ 7ാമത്തെ ക്ലാസ്സാണ്, മൂവിങ് ആവറേജിൻ്റെ സെക്കൻഡ് ഡേ. ഇന്ന് നമ്മൾ മൂവിങ് ആവറേജ് കൊണ്ട് കൂടുതലായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗം, അത് പ്രൈസുമായിട്ട് എങ്ങനെ റിലേഷൻ വരുന്നു, പലതരത്തിലുള്ള മൂവിങ് ആവറേജ് കൊണ്ടുള്ള പ്രയോജനം എന്താണ്, അത് ഓരോന്നും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോഴുള്ള എന്താണ് നമുക്ക് കിട്ടുന്ന മെസ്സേജ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെയിൻലി 3 ടൈപ്പ് ഉണ്ട്: SMA, EMA, WMA. അതിൻ്റെ ഫുൾ ഫോം എന്തായാലും ഇതിൽ കാണുന്നുണ്ടല്ലോ. അതിൽ SMA എന്ന് പറയുന്നത് സ്ലോ ആണ്, EMA എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്പീഡ് ഉണ്ടാവും, വെയ്റ്റഡ് മൂവിങ് ആവറേജ് ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള റെസ്പോണ്ട് ചെയ്യുന്നത് പ്രൈസുമായിട്ട്. മൂവിങ് ആവറേജ് പ്രൈസുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, ഒരു ചാർട്ടിൽ നമ്മളാ നോക്കുന്ന ഇവിടെ ക്രിപ്റ്റോ കോയിൻ ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് കയറുന്നതനുസരിച്ച് മൂവിങ് ആവറേജിൻ്റെ വാല്യൂവും കയറിക്കൊണ്ടിരിക്കും. മറിച്ചും താഴത്തേക്ക് വരുമ്പോൾ മൂവിങ് ആവറേജും താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിന് ലാഗിങ് ഇൻഡിക്കേറ്റർ എന്നാണ് ഇതിനെ പറയാറുള്ളത്. കാര്യം പ്രൈസ് വന്ന ശേഷമാണ് മൂവിങ് ആവറേജിൻ്റെ വാല്യൂ നിശ്ചയിക്കപ്പെടുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് 2 തരത്തിലുണ്ട്, ലാഗിങ്ങും ഉണ്ട്, ലീഡിങ്ങും ഉണ്ട്. അപ്പം നമ്മളിവിടെ പഠിക്കുന്ന ഈ മൂവിങ് ആവറേജ് ലാഗിങ് ഇൻഡിക്കേറ്ററിൻ്റെ സൈഡിൽ പെടും.